ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഡിസൈനിങ് ചെയ്യാം. ഈ വർക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഇതിനു മുമ്പ് ഞാൻ ഒരു PC ലോക്കായി പോയതിൻ്റെ, റാൻസം വെയർ ലോക്കായി പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ PCയുടെ ഓണർ എൻ്റെ നല്ലൊരു സുഹൃത്തല്ല, എൻ്റെ ബ്രദർ തന്നെയാണത്. അപ്പോൾ അവൻ എനിക്കിന്നൊരു വർക്ക് തന്നു. അപ്പോൾ എനിക്കൊരു ഓഡിയോ അയച്ചു വാട്സപ്പിൽ, അതൊന്ന് കേട്ട് നോക്കട്ടെ. ചേട്ടാ, അതായത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഡിസൈൻ കണ്ടോ, അതേപോലെ സെയിം സാധനം എനിക്കൊരു വാൾപേപ്പർ പോലെ ചെയ്തു തരാൻ പറ്റുമോ? സെയിം കളർ എല്ലാം സെയിം, ആ സ്ട്രൈപ്സിൻ്റെ കളർ ആയിക്കോട്ടെ, മറ്റേ അതിലെ സ്ട്രൈപ്സിന് താഴെ പോർഷ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് എല്ലാം അതുപോലെ തന്നെ ചെയ്തു തരാൻ പറ്റുമോ? അലൈൻമെൻറ്റും ഒക്കെ. എന്താ പറയുക, ഭാവിയിൽ ചിലപ്പോൾ ഞാനതൊരു ഫോണിൻ്റെ കേസായിട്ട് ചിലപ്പോൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് പറ്റത്തക്ക രീതിയിൽ ഇച്ചിരി നല്ല ക്വാളിറ്റിയിൽ ചെയ്തു തരാമോ? അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കും. ഓക്കെ, അത് നമുക്ക് ഡിസൈനിങ്ങിലേക്ക് പോവാം. ഇതാണ് ഹർഷ് പറഞ്ഞ ഡിസൈൻ. പോർഷയുടെ ലോഗോ ഉണ്ട്, 4 ലൈൻ ഉണ്ട്, പോർഷ ഡിസൈൻ എഴുതിയിട്ടുമുണ്ട്. ഈ ഗ്ലോസ് എന്നുള്ളത് ആ കേസിൻ്റെ ഡിസൈനിൻ്റെ ഭാഗം മാത്രമാണ്, ഒരു റിഫ്ലക്ഷൻ്റെ ഇതിന് വേണ്ടി. നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ അഫിനിറ്റി ഡിസൈനർ എന്നാണ്. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പുതിയ സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യണം എന്ന് തോന്നാൻ കുറച്ചായി. അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എന്ത് കിട്ടും എന്ന് നോക്കിയിരുന്ന സമയത്താണ് ഇവൻ ഈ വർക്ക് കൊണ്ടുവന്നത്. നമുക്ക് ഒബ്വിയസ്ലി എന്തായാലും പോർഷയുടെ ലോഗോ വേണം. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് അഫിനിറ്റി ഡിസൈനർ എന്ന് പറയുന്നത്. കാണുമ്പോൾ ഏറെക്കുറെ ഫോട്ടോഷോപ്പ് പോലെയൊക്കെയാണ്. നമുക്കിതിലൊരു പുതിയ ഡോക്യുമെൻ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് നേരം ഒന്ന് യൂസ് ചെയ്തെങ്കിലും എനിക്കതിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിൽ തന്നെ ഉണ്ട്. ബൈ ഡീഫോൾട്ടായിട്ട് നമുക്കിവിടെ FHD 1080p എന്നുള്ളതുണ്ട്. അതായത് നമ്മുടെ വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ WQHD, ഞാനിപ്പോൾ ഇവിടെ WQHD ആണ് എടുക്കുന്നത്. ഇവിടെ വലിപ്പത്തിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ്. സെയിം തന്നെ ഫോട്ടോഷോപ്പ് പോലെ തന്നെ. താഴെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മാസ്ക്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ്, നൈസ്. കളറിൻ്റെ ലെയർ ഇല്ല. കണ്ടില്ല, ചിലപ്പോൾ വേറെ പേരിലായിരിക്കും ഇതിനകത്ത് കിടക്കുന്നത്. ഓ നൈസ്, ഫോട്ടോഷോപ്പിലെ പോലെ ലെയർ എഫക്ട്സ് കൊള്ളാം. ഓക്കെ, ഇടയ്ക്ക് റെസൊല്യൂഷൻ ഒന്ന് മാറിപ്പോയായിരുന്നു, ഞാൻ ക്യാപ്ചർ കാർഡ് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഇവിടെ കളറിൻ്റെ സോളിഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കണ്ടില്ല. അത് വേറെ പേരിലാണോ, റീകളർ വല്ലതും ആണോ? അല്ല, മിക്കവാറും നമുക്കിപ്പോൾ തൽക്കാലം തറ വഴിയിലേക്ക് പോകാം. നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം. അതുമാത്രമല്ല, ഇവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്നൊരു ടൂളുണ്ട്, അതിനകത്ത് കുറേ സബ് ടൂളുണ്ട്. ഇത്രയൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇയർ ഷേപ്പ്, കോൾ ഔട്ട്, നമ്മുടെ കോമിക്കിലെ പോലത്തെ സ്പീച്ച് ബബിൾസ് ഒക്കെ ഇതിനകത്ത് ചെയ്യാം. നൈസ്. നമുക്കിതിപ്പോൾ തൽക്കാലം സാധാ റെക്റ്റാങ്കിൾ എടുക്കാം. നമുക്കിതിന് ചുറ്റും ഒരു വരയ്ക്കാം. നമുക്കിതിൻ്റെ ഫില്ല് തൽക്കാലം ബ്ലാക്ക് ആക്കാം. നൈസ്. അതിന് മുമ്പ് ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കളയട്ടെ, ഇത് നമുക്ക് ആവശ്യമില്ല. നൈസ്. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് ഇതിനടുത്തോട്ടെന്ന് വെച്ചാൽ, മറ്റേ ഇതിൽ സ്നാപ്പ് ടു ഫിറ്റ് ഇല്ല. ഇനിയിപ്പോൾ വാൾപേപ്പറിലെ പോലെ തന്നെ ലോഗോ പ്ലേസ് ചെയ്യുക, വരയിടുക, ടൈറ്റിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കിനി ലോഗോ ഇമ്പോർട്ട് ചെയ്യാം. ഇത്രയും വലിപ്പമുണ്ട് നമ്മുടെ ലോഗോയ്ക്ക്. ലോഗോ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി അത് നമുക്ക് നോക്കി ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് ഇത് ഇത്തിരി ചെറുതാക്കണം. അതുമാത്രമല്ല, ലോഗോയ്ക്കൊരു ചെറിയൊരു ഓക്കെ. നമുക്ക് കുറച്ച് ഗൈഡുകൾ ചെയ്യാനുണ്ട് ഇതിനു മുമ്പ്. ഇവിടെ R എന്ന ലെറ്ററും സിയുടെ ലെറ്ററിനും നേരെ മുകളിലാണ് ആ ഇമേജിൽ ആ ലൈൻ വന്നിരുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ലോഗോയുടെ ജസ്റ്റ് ഇവിടം വരെ ഒരു മാർക്കർ ആഡ് ചെയ്യാം. എന്നിട്ടൊരു റെക്റ്റാങ്കിൾ തന്നെ വരയ്ക്കാം. ആദ്യം അതിൻ്റെ ഫില്ല് വൈറ്റ് ആക്കാം.
നൈസ്. അത് റെഡി. ഇതേപോലെ തന്നെ ഇപ്പുറത്ത് വരണം കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ സെയിം ഫോട്ടോഷോപ്പിൽ തന്നെ ഓൾട്ട് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം കൊണ്ട് ചെയ്യണം. ഇപ്പോൾ കറക്റ്റായി. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗൈഡ് കൊണ്ട് ഇട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടൈറ്റിലാണ്. ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ടൈറ്റിൽ ടൂളുണ്ട്. ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ് ടൂൾ, കൊള്ളാം, നല്ല പേര്. ഇവിടെ ടൈപ്പ് ടൂൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ ടി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പോർഷെ, ഇതിൻ്റെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് ആക്കാം. ഇത് മാത്രമല്ല പോർഷയ്ക്ക് ഫോണ്ട് ഇതല്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഫോണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 911 പോർഷ എന്ന് പറഞ്ഞ ഫോണ്ടാണത്. ഈ ഫോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അത് മാത്രമല്ല ഈ പ്രൊജക്റ്റ് ഫയലും അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പിൾ ഔട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് മാത്രമല്ല നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുത്തിട്ട് അതിൽ ഡിസൈൻ എന്നാക്കാം. പോർഷ ഡിസൈൻ. ഓക്കെ, ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇത് താഴെ വരെ പോകേണ്ടി വരത്തില്ല. പക്ഷേ നമുക്കെന്നാലും ഒരു ഗൈഡ് ഇട്ടിട്ട് ഈ ഗൈഡ് വരുന്നവരെ മാത്രം ഈ ടെക്സ്റ്റിനെ പിടിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിനെ രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ആയിപ്പോയി. ഓക്കെ, ഇപ്പോൾ ശരി. ഇനി കുറച്ചൊന്ന് സൂം ചെയ്ത്, ഓക്കെ, അത് കറക്റ്റായി. ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ലൈനിനകത്ത് കൊണ്ടിടുക. അപ്പോൾ നമുക്കിനിയും ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റിനെ ഗൈഡിനകത്ത് നിൽക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈ പോർഷയും ഇതുപോലെ തന്നെ. നൈസ്. ഏറെക്കുറെ നമ്മൾ ആ വാൾപേപ്പർ ഒന്ന് രൂപമായി വന്നു. ഇനിയിപ്പോൾ വേണ്ടത് ഇതിന് താഴെയായിട്ടൊരു ഗൈഡ് വേണം. ഏറെക്കുറെ ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് വേണമെങ്കിൽ ഒന്ന് പൊക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ റെക്റ്റാങ്കിൾ താഴോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇതും. രണ്ടിടത്തും ഏറെക്കുറെ ഈക്വൽ ഒരു ഇരിക്കട്ടെ. ഇനി ഇതിനെ തിരിച്ച് ലൈൻ വരെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ലൈൻ വരെ നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യാണ്ട് സൂം ഇൻ ചെയ്യാം. സെറ്റ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ക്യാമറയുടെ ബമ്പ് വരുന്നത്. ഇത് കേസായിട്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ വാൾപേപ്പർ ആയിട്ടാണെങ്കിൽ ഇത് മതി. നമുക്കിതിനകത്ത് ഗൈഡെല്ലാം ക്ലിയർ ചെയ്യാം. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പോർഷ ലോഗോ ലൈൻസ് 2 പോർഷ ഡിസൈനിൻ്റെ ടെക്സ്റ്റ്, ഓക്കെ, 2 ലൈൻ. അപ്പോൾ അത് സെറ്റായി. നമുക്കിനി പയ്യെ സേവ് ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വാൾപേപ്പർ അത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ എല്ലാ ഫോർമാറ്റും ഉണ്ട്. PNG, JPG, GIF, TIFF, PDF. നമുക്ക് PNG തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരും വാൾപേപ്പർ തന്നെ ഡെസ്ക്ടോപ്പിലേക്ക്. നമ്മളിതിനിപ്പോൾ മിനിമൈസ് ചെയ്തിട്ട് വാൾപേപ്പർ, ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്ത വാൾപേപ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.